السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. മാതാപിതാക്കളോട് ഉള്ള കടമകൾ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന് ഇസ്ലാം നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകൾ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മദീനയിലേക്ക് ഏതൊരു ദൗത്യ സംഘം കടന്നു വന്നാലും അദ്ദേഹം ആ ഒരു കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള വ്യക്തിയെ അന്വേഷിക്കുമായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു, അതാക്കും ഉവൈസ് ഇബ്നു ആമിർ. ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള വ്യക്തി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം കടന്നു വരും. മിൻ മുറാദിൻ സുമ്മ മിൻ ഖർനിൻ. കർൺ എന്ന ഗോത്രത്തിൽ നിന്നാണ് ആ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരിക. വകാന ബിഹി ബർസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ. അദ്ദേഹത്തിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം ആസകലനം വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിർഹമിന്റെ പാടൊഴിച്ച് മറ്റുള്ള എല്ലാ ഭാഗങ്ങളും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുത്തു. രണ്ടാമതായിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിനൊരു മാതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിനോട് അങ്ങേയറ്റം നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി അദ്ദേഹം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉണർത്തി. ഇതിനെ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് യമനിൽ നിന്നും ഏത് കച്ചവട സംഘം മദീനയിലേക്ക് വന്നാലും അദ്ദേഹം ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള വ്യക്തിയെ കുറിച്ചായിരുന്നു അന്വേഷിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ യമനിൽ നിന്നും വലിയൊരു കച്ചവട സംഘം മദീനയെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ കച്ചവട സംഘത്തിനോടും ചോദിക്കുന്നത് പോലെ തന്നെ ഇവരോട് ചോദിച്ചു, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവർ പറഞ്ഞു, അതേ ഉണ്ട്. അങ്ങനെ ഉവൈസ് ഇബ്നു ആമിറിനെ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളാണ് ഉവൈസ് ഇബ്നു ആമിർ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള വ്യക്തി. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നിങ്ങൾ കർൺ എന്ന ഗോത്രത്തിൽ നിന്നാണോ കടന്നു വരുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ ആസകലനം വെള്ളപ്പാടുണ്ടാവുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിർഹമിന്റെ പാടൊഴിച്ച് മറ്റുള്ള എല്ലാ ഭാഗങ്ങളും ശിഫയാക്കി നൽകുകയും ചെയ്തിട്ടില്ലയോ? അദ്ദേഹം അതേ എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, അലക വാലിദത്തുൻ, താങ്കൾക്ക് വൃദ്ധയായ ഒരു മാതാവ് ഉണ്ടായിരുന്നു? അദ്ദേഹം അതേ എന്ന് പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരിമാരെ, ഞാൻ ഈ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുണ്ടായൊരു കാരണം,
ഇന്നത്തെ വിഷയവുമായി ഏറെ ബന്ധമുള്ളൊരു ചരിത്രമാണ്. ഉവൈസ് ഇബ്നു ആമിർ ഉവൈസുൽ ഖർനി എന്ന ഈ ഒരു മുഹ്ളറം എന്നറിയപ്പെട്ട സ്വഹാബിയല്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. ഈ ഒരു വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബാക്കളോട് ഇദ്ദേഹത്തിന്റെ ഫദ്ല് പറയാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ മാതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ചരിത്രങ്ങളിൽ കാണാം, ഉവൈസുൽ ഖർനി റഹിമഹുല്ലക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവ് വൃദ്ധയായതുകൊണ്ടും അവരെ പരിപാലിക്കുന്നതിന്റെ ഒരു അനിവാര്യത കൊണ്ടുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലാതിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയെ കണ്ടിട്ടില്ലാഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഫദ്ലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് അറിയിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഇസ്ലാമിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പഠിച്ച് ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് നൽകിയ ഒരു വസിയത്താണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറണമെന്ന്. മറ്റൊരായത്തിൽ കാണാം, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. ഏറ്റവും ഗൗരവപ്പെട്ട ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് പറഞ്ഞതിന് ശേഷം ശിർക്ക് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞ വിഷയം വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. മഹാനായ അംർ ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ശഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വസല്ലൈതുൽ ഖംസ വഅദ്ദൈതു സകാത മാലി വസുംതു റമദാൻ. റമദാനിലെ ഫർളായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് ഞാൻ നൽകുന്നുണ്ട്. 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം ഞാൻ കൃത്യമായി കൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, മൻ മാത അലാ ഹാദാ. ഈ രൂപത്തിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ, കൃത്യമായി സക്കാത്ത് നൽകി ഫർളായ നോമ്പ് അനുഷ്ഠിച്ച് അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ച് ശിർക്കില്ലാതെ തൗഹീദിൽ അടിയുറച്ച രൂപത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ കാന മഅൻ നബിയ്യീന വസ്സാദിഖീന വശുഹദാഇ യൗമിൽ ഖിയാമ. ആ മനുഷ്യൻ പ്രവാചകന്മാരുടെയും സ്വാദിഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. മാലം യുഅഖ്ഖ വാലിദൈഹി. ഇതെല്ലാം നിർവഹിച്ചിട്ടും മാതാപിതാക്കളോടെങ്ങാനും അവൻ മോശപ്പെട്ട രൂപത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ദറജ അവനക്ക് ലഭിക്കുകയില്ല, ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിഫലം അവനക്ക് ലഭിക്കുകയില്ല എന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? കൃത്യമായി നമസ്കാരവും സക്കാത്തും നോമ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടും മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട കടമകളിൽ വല്ല വീഴ്ചകൾ, അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറെ ആഗ്രഹത്തോടെ കൂടി അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്ന സ്വർഗ പ്രവേശനം പോലും തടയപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നിസാരമായ കാര്യങ്ങളുടെ പേരിൽ മാതാപിതാക്കളുമായി കൊണ്ട് ഒരിക്കലും തെറ്റി നിൽക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മാതാപിതാക്കൾക്ക് കോള് ചെയ്യാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരുമായി കൊണ്ട് ഒരു അകലം പാലിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇതൊന്നും ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. നമ്മുടെ ലക്ഷ്യമായ സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്, ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മാതാപിതാക്കളെ അനുസരിക്കണം, അവർക്ക് വേണ്ട കടമകൾ ചെയ്തു കൊടുക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളുമായി കൊണ്ട് നടന്നു പോവുകയാണ്. ഈ സമയത്താണ് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്നുള്ള വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. കണ്ടപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഗബ്ബറ അലൈന ഇബ്നു അബി കബ്ശ. ഇബ്നു അബി കബ്ശ എന്നുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ വല്ലാത്ത പ്രയാസമാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ലഇൻ ശിഅത, റസൂലെ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലഅതൈതുക ബിറഅസിഹി, അദ്ദേഹത്തിന്റെ തല ഞാൻ എടുക്കാം. എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണോ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറയുന്നത് അതേപോലെ ഞാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് ഉപദ്രവിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഉപദ്രവിക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ്? ലാ വലാകിൻ ബർറ അബാക വഅഹ്സിൻ സുഹ്ബതഹു. അബ്ദുല്ലാഹ്, ഒരിക്കലും നീ അങ്ങനെ പ്രവർത്തിക്കുവാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ ദുന്യാവിയായിട്ടുള്ള കാര്യങ്ങളിൽ നീ നിന്റെ പിതാവുമായി കൊണ്ട് നീ വർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, സഹോദരങ്ങളെ, മുനാഫിക്കുകളുടെ നേതാവായ ആ ഒരു വ്യക്തിയോട് പോലും തൻ്റെ മകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതികമായ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് വർത്തിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മതപരമായ വിഷയത്തിൽ മാതാപിതാക്കൾ ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്, അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന് പറഞ്ഞാൽ നാം അത് അനുസരിക്കേണ്ടതില്ല എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, കൃത്യം സമയത്ത് നമസ്കരിക്കലാണ് എന്നുള്ളത്. തുടർന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുമ്മ ഐ, പിന്നീട് ഏതാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്നുള്ളത് മൂന്നാമതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ജിഹാദിനേക്കാളും മുമ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റിസ്കില് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഉപജീവനത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവരാണ്. ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദീനിയായിട്ടുള്ള സബബുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. മാതാപിതാക്കളോട് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ റിസ്കില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബർക്കത്ത് നൽകും. അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ശർറഹു അയ്യബ്സുതല്ലാഹു ലഹു ഫീ റിസ്ഖിഹി വ അയ്യൻസഅലഹു ഫീ അസ്രിഹി ഫല്യസിൽ റഹിമഹു. മറ്റൊരു റിവായത്തിൽ കാണുവാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിലും അതുപോലെ തന്നെ ആയുസ്സിലും ഒരു വിശാലത നൽകുവാൻ, ഒരു ബർക്കത്ത് നൽകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തു കൊള്ളട്ടെ, കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകും. മാതാപിതാക്കളോട് നാം എത്രത്തോളം നന്മ പ്രവർത്തിക്കുന്നുണ്ടോ, അവരെ നാം എത്രത്തോളം പരിഗണിക്കുന്നുണ്ടോ, അവരെ നാം എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി അദ്നബ്തു ദംബൻ അദീമ. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ വമ്പിച്ചൊരു തിന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, വലിയൊരു തിന്മ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. ഫഹല്ലി മിൻ തൗബ. ആ തിന്മയിൽ നിന്നും എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ നൽകുമോ, തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ആ ഒരു മനുഷ്യൻ ചോദിച്ചു. ഈ ഹദീസിന്റെ ഷറഹിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആ മനുഷ്യൻ ചെയ്ത വമ്പിച്ച തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അകാരണമായി വധിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹല്ലക മിൻ ഉമ്മിൻ. താങ്കളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, താങ്കളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലെ, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഫഹല്ലക മിൻ ഖാല. ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫബജ്ജിഹ. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് നീ പോയി നന്മ ചെയ്യ്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ നിർവഹിച്ചു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഹദീസിൽ ഈ മനുഷ്യൻക്ക് തൗബ ലഭിക്കുവാൻ വേണ്ടി, ഈ മനുഷ്യൻ ചെയ്ത തിന്മ അല്ലാഹു പുറത്തു നൽകുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് പറഞ്ഞ വിഷയം എന്താണ്? നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അവരോട് പോയി നന്മ ചെയ്യ, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊടുക്കൂ, അവരെ അനുസരിക്കൂ എന്നുള്ള ഒരർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് പല തിന്മകളും സംഭവിച്ചു പോകും. ആ തിന്മകളെല്ലാം അള്ളാഹു പുറത്തു നൽകുവാനുള്ള വലിയൊരു കാരണമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. സമാനമായ ഒരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുക്കലേക്കും ഇതേപോലെ വലിയ തിന്മ ചെയ്ത ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹു തൗബ നൽകുമോ, ഞാൻ തൗബ ചെയ്താൽ റബ്ബ് സ്വീകരിക്കുമോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി നന്മ ചെയ്യും, എങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് താങ്കൾ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദ. മാതാവിനോട് നന്മ ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യമുള്ള ഒരു കർമ്മം എനിക്കറിയില്ല. ആ ഒരു കർമ്മം ഒരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, സഹോദരിമാരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാലാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിക്കൊണ്ട് കാണുന്ന സ്വർഗപ്രവേശനം മാതാപിതാക്കളെ പരിചരിക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഗിമ അൻഫുർ റജുൽ, റഗിമ അൻഫുർ റജുൽ, ഒരു മനുഷ്യൻക്ക് നാശമുണ്ട്, അവൻക്ക് നഷ്ടമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ആരാണ് റസൂലെ ആ നഷ്ടക്കാർ, ആരാണ് ആ ഹതഭാഗ്യരെന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, ആരെങ്കിലും മാതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ, ഉപ്പയെയും ഉമ്മയെയും വാർദ്ധക്യാവസ്ഥയിൽ ലഭിക്കുകയും തുമ്മലം യദ്ഖുലിൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഹതഭാഗ്യനാണ്, അവനക്ക് നഷ്ടമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ, മാതാപിതാക്കൾ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാരമായി തോന്നുന്ന, അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടായിക്കൊണ്ട് കാണുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ അടുത്തായിക്കൊണ്ട് നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ട ഒരു കാര്യമാണ്, ഒരു മാതാവിനെയും പിതാവിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവർക്ക് വേണ്ട എല്ലാ സ്വത്തുക്കളും ബാക്കി കാര്യങ്ങളും എല്ലാം ലഭിച്ചപ്പോൾ പിന്നീട് മാതാപിതാക്കളെ പെരുവഴിയിലേക്ക് തള്ളിയിട്ട സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാം വാർദ്ധക്യത്തിലേക്ക് എത്തിയ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല പരിഗണനയിൽ അവരെ പരിപാലിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരെ പരിഗണിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൗദി അറേബ്യയിൽ ഖസീം എന്നുള്ള സ്ഥലത്ത് കോടതിയിലേക്ക് ഒരു കേസ് കടന്നു വരികയാണ്. കേസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് സഹോദരങ്ങൾ, അവരുടെ ഉമ്മയുടെ വിഷയത്തിലുള്ള ഒരു പ്രശ്നമാണ്. ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലായിരുന്നു ആ ഉമ്മ 40 വർഷക്കാലം ജീവിച്ചിട്ടുള്ളത്. പടുവൃദ്ധയായ ഉമ്മയെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ 40 വർഷക്കാലം ആ ജ്യേഷ്ഠ സഹോദരൻ പരിചരിച്ചു. ഈ സന്ദർഭത്തിൽ ഈ അനിയൻ കോടതിയിൽ പോയി കേസ് കൊടുക്കുകയാണ്, ഉമ്മയെ എനിക്ക് വിട്ടു നൽകണമെന്ന്. എന്തിനാണ് ഉമ്മയെ വിട്ടു നൽകുവാൻ പറയുന്നത്? ഉമ്മയുടെ സ്വത്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ? ഉമ്മയുടെ പേരിലുള്ള മറ്റുള്ള സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണോ? അല്ല. ഇസ്ലാമിൽ ഉമ്മക്കുള്ള സ്ഥാനം, ഇസ്ലാമിൽ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞതുകൊണ്ട്, അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ അനിയൻ കോടതിയിൽ പോയി കേസ് കെടുക്കുകയാണ്. ജഡ്ജി ഉമ്മയെ വിളിച്ചു, ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ, നിങ്ങൾക്ക് ഈ 2 മക്കളിൽ ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടമെന്ന്. ആ സമയത്ത് ആ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ 2 കണ്ണുകൾ, എനിക്ക് 2 കണ്ണുകൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ, ആവശ്യമാണോ, അതേപോലെയാണ് എനിക്ക് എൻ്റെ 2 പൊന്നുമക്കളെന്ന്. എന്നിട്ട് കോടതി വിധി അനുസരിച്ചുകൊണ്ട് 40 വർഷക്കാലം ജ്യേഷ്ഠൻ ആ ഉമ്മയെ പരിചരിച്ചത് കൊണ്ട് ഇനിയുള്ള കുറച്ചു കാലം അനിയൻ പരിചരിച്ചു കൊള്ളട്ടെ എന്നുള്ളൊരു വിധി എഴുതുകയാണ്. ഇത് കണ്ട, ഈ ഒരു വിധി നേരിട്ട് ശ്രവിച്ച ആ ഒരു ജ്യേഷ്ഠൻ ആ കോടതി വരാന്തയിൽ പൊട്ടിക്കരയുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ആ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം പൊട്ടിക്കരയുന്നത്? നിങ്ങൾക്ക് ഉമ്മയെ കാണുവാൻ സാധിക്കുകയില്ലേ? ഉമ്മയുടെ അടുക്കൽ പോയി സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഉമ്മയെ പരിചരിക്കാനുള്ള അവസരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, എൻ്റെ സ്വർഗമാണ് ആ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു അർത്ഥത്തിൽ ആ ഒരു മനുഷ്യൻ പറയുമ്പോൾ, സഹോദരിമാരെ, ഈ ഒരു തലത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഹദീസുകളും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവരോട് എന്നുള്ളൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ആ രൂപത്തിൽ നമുക്ക് ആ ആയത്തിനെയും ആ ഒരു ഹദീസിനെയും എല്ലാം മുഖവിലക്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിലൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇയാസ് ഇബ്നു മുആവിയ എന്ന് അറിയപ്പെട്ട ഒരു പണ്ഡിതനുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്. അദ്ദേഹം ഒരിക്കൽ പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന്റെ കരച്ചിൽ അടക്കി വെക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ
അദ്ദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക്, എന്താണ് താങ്കൾ കരയുന്നത്, എന്ത് വിഷയമാണ് താങ്കളെ കരയിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന ലീ ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വഗുല്ലിഖ അഹദുഹുമ, അതിലൊരു കവാടം ഇന്ന് കൊട്ടിയടക്കപ്പെട്ടു. ഇനി ആ കവാടം എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മാതാവോ പിതാവോ മരണപ്പെട്ട സമയത്ത് ഇയാസ് ഇബ്നു മുആവിയ റഹിമഹുല്ല പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരിമാരെ, മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ എന്നുള്ളത് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ലഭിച്ച ഏറ്റവും വലിയ കവാടങ്ങളാണ് എന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നാം മനസ്സിലാക്കിയത് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും പ്രതിഫലവുമാണെങ്കിൽ മാതാപിതാക്കളോട് മോശമായി കൊണ്ട് പ്രവർത്തിക്കുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുക, അവരെ അകറ്റുക എന്നുള്ള വിഷയങ്ങൾ ഇസ്ലാം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവത്തിൽ കണ്ടിട്ടുള്ള ഒരു തിന്മയാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവരോട് അനുസരണക്കേട് കാണിക്കുക എന്ന്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ സഹാബാക്കളെ ഉണർത്തി, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഏറ്റവും വലിയ ഒരു പാപത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു നൽകട്ടെയോ. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞു. ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ ഇശ്റാഖു ബില്ലാ, ഏറ്റവും വലിയ പാപമായ ശിർക്കാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മോശമായ രൂപത്തിൽ പെരുമാറുക, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, അവരോട് തിന്മ പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹു സബ്അതൻ മിൻ ഫൗഖി സബ്അ സമാവാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അവരല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട് എന്ന്. ഒന്നാമതായിക്കൊണ്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൽഊനുൻ മൻ അഖ്ഖ വാലിദൈഹി, മാതാപിതാക്കളോട് തിന്മയിൽ പ്രവർത്തിച്ചൊരു മനുഷ്യന് അള്ളാഹുവിന്റെ ശാപമുണ്ട്, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു സദസ്സിൽ 165ഓളം ആളുകളാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ളത്. എല്ലാവരും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് അവിടെ സ്വർഗം ലഭിക്കണം, വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കുന്നവരാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ കർമ്മങ്ങളെല്ലാം മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നെങ്കിൽ നഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, തലാസത്തുൻ ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, 3 വിഭാഗം ആളുകൾ, ഈ 3 വിഭാഗം ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, ആഖുലി വാലിദൈഹി, മാതാപിതാക്കളോട് മോശമായി കൊണ്ട് പെരുമാറുന്നവനാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു, മന്നാൻ, ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ചെയ്ത സ്വതക്കകളെല്ലാം എടുത്തു പറഞ്ഞ് സംസാരിക്കുന്ന വ്യക്തി. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, മുകദ്ദിബു ബിൽ ഖദർ, ഖദറിനെ നിഷേധിക്കുന്ന, ഖലാ ഖദറിനെ നിഷേധിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ നന്മകളെല്ലാം നിഷ്ഫലമാകുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളോട് തിന്മ ചെയ്യുക എന്നുള്ളത്. സഹോദരിമാരെ, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് മാതാപിതാക്കളുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ പ്രയാസമുള്ള, അവരുടെ ഭാഗത്ത് നിന്നും ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ കടന്നു വരാം.
പ്രായം ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവത്തിനും അവരുടെ പെരുമാറ്റത്തിനും പല രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം ഇത് എനിക്ക് എൻ്റെ സ്വർഗം, എൻ്റെ റബ്ബിന്റെ തൃപ്തി നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് അവരോട് മോശമായി കൊണ്ട് പെരുമാറുക എന്നുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും വിവേകത്തോടെ സൗമ്യമായി അനുകമ്പയോടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്ത് പ്രയാസങ്ങൾ വന്നാലും അവർക്ക് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ സാധിക്കണം. എന്ത് ബുദ്ധിമുട്ടുകൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അത് അവർക്കൊന്ന് മാപ്പാക്കി കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ആഖിറത്തിൽ തൗഹീദുള്ളവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുവാൻ സാധിക്കുമെന്ന് അടിവരയിട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മാതാപിതാക്കൾ മരണപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. മാതാപിതാക്കൾ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണശേഷം നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് നാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും വേണ്ടി, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഹനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഇട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അള്ളാഹുവെ, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ അതിന് വലിയൊരു ഗുണമായിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നാളെ ആഖിറത്തിൽ ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിൽ അവന്റെ ദർജ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ആ വ്യക്തി ചോദിക്കും, യാ റബ്ബി അന്നാ ലി ഹാദാ, എന്തുകൊണ്ടാണ് റബ്ബേ എനിക്ക് ഇത്രമാത്രം വലിയ ദറജകളും പ്രതിഫലങ്ങളും ലഭിക്കുന്നത്? കാരണം ഞാൻ ദുനിയാവിൽ അത്രമാത്രം നന്മകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദർഭത്തിൽ പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, താങ്കളുടെ മകൻ അല്ലെങ്കിൽ താങ്കളുടെ മകൾ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ടാണ് ഇത്രമാത്രം പ്രതിഫലം ലഭിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുമ്പോൾ, സഹോദരിമാരെ, അവർക്ക് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ തേടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മരണശേഷം നാം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട മറ്റൊരു കാര്യമാണ് അവരുടെ കുടുംബ ബന്ധങ്ങൾ, അവരുടെ സൗഹൃദ ബന്ധങ്ങളെല്ലാം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കണം. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യനുമായി കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ സമയത്താണ് ഒരു അറാബിയായ ഒരു മനുഷ്യനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയ ഉടനെ തന്നെ തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി വളരെ സൗമ്യമായി, വളരെ അനുകമ്പയിൽ ആ ഒരു അറാബിയെ ഒട്ടകപ്പുറത്തേക്ക് കയറി തന്റെ തലയിൽ ഉണ്ടായിരുന്ന തലപ്പാവ് അറാബിയുടെ തലയിൽ വെച്ചു കൊടുത്തു. വളരെ മനോഹരമായി കൊണ്ട് ആ അറാബിയെ സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര ബഹുമാനത്തോടു കൂടി ഈ ഒരു സഹോദരനെ, ആ ഒരു അറാബിയെ സ്വീകരിച്ചത്? അറാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം സ്വീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അവർ അതൊന്നും അധികം ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമല്ലല്ലോ എന്നെല്ലാം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അറാബി ഉണ്ടല്ലോ, ആ മനുഷ്യൻ എൻ്റെ ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബുമായി വളരെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോടാണ് ഞാൻ ഈ രൂപത്തിൽ പ്രവർത്തിച്ചത്. കാരണം ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ
ഇന്ന അബറൽ ബിർരി അയ്യസില റജുലു വുദ്ദ അബീഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് ഉപ്പയുടെ, പിതാവിന്റെ ബന്ധത്തെ അദ്ദേഹത്തിന്റെ മരണശേഷമോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴോ അത് ചേർക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നൊരവസ്ഥ, മാതാപിതാക്കളുടെ മരണശേഷം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗഹൃദ വലയങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബ ബന്ധങ്ങളും ഇന്ന് അന്യമായി കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അടുപ്പമുണ്ടായിരുന്ന ആളുകളെ നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കണം. അവരുമായി നല്ലൊരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക എന്നുള്ളത് വലിയ ഒരു നന്മയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യുക. ഏത് സ്വതക്കയാണ് ഏറ്റവും അഫ്ളൽ എന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കുക, ദാഹിച്ച് വലഞ്ഞു വരുന്ന ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൗദിയിലും നാട്ടിൽ നിന്നും ഉംറക്ക് വരുവാൻ കഴിവുള്ള ആളുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും എല്ലാം അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കുവാനും അവരോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുവാനുമുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.